ജഗദീഷ് ചേട്ടൻ ഒരു റീല് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ജഗദീഷ് ചേട്ടൻ എന്തെങ്കിലും പറയുന്ന റീല് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പ് എന്തോ ഉണ്ട് ആ റീലിനകത്ത്. അതെന്താ നമ്മൾ പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് വിടും, ഒന്ന് നോക്കും എന്തോ ആ പറയുന്നതെന്നുള്ളത്. അതേപോലെ തന്നെയാണ് ജഗദീഷ് ചേട്ടൻ്റെ സിനിമകളും. പണ്ടോട്ടെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇപ്പം ജഗദീഷ് ചേട്ടൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട്. അങ്ങനെ നോക്കി സെലക്ട് ചെയ്യുന്നതാണോ സിനിമകൾ? അല്ല, മുമ്പ് ഞാൻ ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട സിനിമയ്ക്ക് എനിക്ക് കഥ കേൾക്കേണ്ട കാര്യമില്ല. ശ്രീനിവാസൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും. ഞാൻ പ്രോജക്റ്റാണ് എപ്പോഴും നോക്കുന്നത്, സംവിധായകൻ. ഇതിപ്പോൾ വിഷ്ണു അരവിന്ദ് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ വിഷ്ണു അരവിന്ദിൻ്റെ സിനിമ ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നാൽ വിഷ്ണു അരവിന്ദിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപടി മുകളിൽ ഷറഫുദ്ദീൻ അക്സെപ്റ്റ് ചെയ്ത സ്റ്റോറിയാണ്. അപ്പൊ ഷറഫുദ്ദീൻ ഷോൾഡർ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. ഷറഫുദ്ദീൻ എന്തായിരുന്നാലും അല്ല കുറച്ച് ചൂസ് ചെയ്യാനുള്ള ഒരു ബേസിക് എന്തെങ്കിലും കഴിവില്ലാതെ അത് വിശേഷം ഷറഫുദ്ദീൻ്റെ എല്ലാ പടങ്ങളുടെയും ചോയ്സ് കറക്റ്റ് ആണെന്നല്ല. ഷറഫുദ്ദീൻ നായകനാവുന്ന പടങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്ത് ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാണില്ല. ഷറഫുദ്ദീൻ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. വരുന്ന പടങ്ങളെല്ലാം ഹീറോ പടങ്ങളെല്ലാം പുള്ളി അക്സെപ്റ്റ് ചെയ്യാറില്ല. നേരെ മറിച്ച് ചെറിയ വേഷങ്ങളാണെങ്കിലും പുള്ളി ഇഷ്ടപ്പെട്ട വേഷങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഹീറോ വേഷം ഷറഫുദ്ദീൻ, ഞാൻ ചോദിച്ചത് അതാണ്. ഷറഫുദ്ദീൻ്റെ ഡേറ്റ് ഓക്കെയാണ് അതെല്ലാം കേട്ട് കഴിഞ്ഞു. എങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോറി പറയുന്നത്. അല്ലാതെ ഞാൻ അതിൽ ഡൗട്ട് ഉണ്ടായില്ല. അപ്പോൾ പ്രോജക്റ്റാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ സംവിധായകരാകാം, ചിലപ്പോൾ നിർമ്മാതാക്കളാകാം, ചിലപ്പോൾ അതിലെ ഹീറോ ആകാം, അതിൽ ചിലപ്പോൾ ബാക്കിയുള്ള സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആവാം. ഇവരുടെയൊക്കെ ചോയ്സിൽ ഞാനും വിശ്വസിക്കുന്നു. അല്ലാതെ ഞാൻ ഈ യൂത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ്. ഇപ്പോൾ റൈറ്റേഴ്സായ ബിബിൻ ആൻഡ് ജയ് വിഷ്ണു, സംവിധായകനായ വിഷ്ണു അരവിന്ദ്, ഇവരുടെ ചെറുപ്പക്കാരെന്ന നിലയിൽ ഇവരുടെ ചിന്തകൾ, ആ ചിന്തകൾ നമ്മളെക്കാളുമൊക്കെ കറൻ്റ് ആയിരിക്കും, അപ് ടു ഡേറ്റ് ആയിരിക്കും. അപ്പോൾ ആ ചിന്തകളുടെ കൂടെ നമുക്ക് മൂവ് ചെയ്യാൻ സന്തോഷമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ അപ്രോച്ച്. ശരിക്കും ചേട്ടൻ എന്നെ കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഫോണിൽ കൂടെയാണ് ഒരു ഫോൺ നറേഷൻ കൊടുത്തത്, ഫോണിൽ കൂടെയാണ്. സോറി, ഒരു നറേഷൻ കൊടുത്തത് ഫോണിൽ കൂടെയാണ്. അങ്ങനെയാണ് ഇന്നായത് ജഗദീഷ് ചേട്ടൻ. ഇതിലെ ജഗദീഷന്റെ കാസ്റ്റിംഗ് പറയുമ്പോൾ നമ്മള് ഷർഫുക്ക എന്നുള്ളൊരു തീരുമാനമായി ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ, അപ്പം അടുത്തൊരു മെയിൻ കാസ്റ്റ് ഷർഫുക്കയുടെ അച്ഛൻ ചെയ്യുന്ന ആൾ വേണം. അപ്പൊ അത് കാരണം ഈ വീടാണല്ലോ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത്. അഞ്ചലിമൂട്ടിൽ തറവാടാണ് സെറ്റ് ചെയ്യുന്നത്. അവിടെ അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പനെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് കിട്ടിയത്. പിന്നെ ഷർഫുക്കായി, പിന്നെ ചിറ്റപ്പനും അച്ഛനുമാണ് വേണ്ടത്. ജഗദീഷേനും ജഗദീഷേൻ്റെ അനിയനും വേണം. അപ്പം ഈ അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യമേ നമ്മളിത് വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് പറയുമ്പോഴും വിഷ്ണു ചേട്ടൻ പ്രൊഡക്ഷൻ്റെ അടുത്ത് അവതരിപ്പിക്കുമ്പോഴും എല്ലാം നമുക്ക് ജഗദീഷ് ചേട്ടൻ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്തോ അധികം സഹായിച്ച് ചേട്ടൻ ആ സമയത്ത് ഡേറ്റ് ഫ്രീ ആയി. ചേട്ടൻ സബ്ജക്ട് കേട്ടപ്പോൾ താല്പര്യം തോന്നി. പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മളൊരു വിശ്വാസം വന്നു, ജഗദീഷ് ചേട്ടൻ വന്നു. പിന്നെ അസൈസക്കയുടെ ക്യാരക്ടറാണെങ്കിലും അതുപോലെ നമുക്കൊരു 1-2 ഓപ്ഷൻസ്, വളരെ ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളായിരുന്നു അത് പറയാൻ. പക്ഷേ ഈ ഒരു കുടുംബം സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം അച്ഛനും മക്കളുമാണെന്ന് തോന്നണം. അപ്പം ജഗദീശനും ഷർഫുക്കയും വരുമ്പോൾ ആ വൈബ് മാച്ച് ആവണം. ഏകദേശം ഒരു കാണാനെങ്കിലും നമ്മൾ അങ്ങനെ ചിന്തിക്കുമല്ലോ, ഇവരെ കണ്ട അച്ഛനും മക്കളും ഒന്ന് ഫീൽ ചെയ്യും. അപ്പൊ ഷർഫുക്കയും വന്നു. പിന്നെ ഷർഫുക്കയുടെ അനിയനെ കിട്ടുക എന്നുള്ളായിരുന്നു ഒരു ചലഞ്ച്, ഇവരുടെ ജഗദീഷ് ചേട്ടൻ്റെ ഇളയ മകൻ. അപ്പൊ അത് നമ്മൾ ഓഡിഷൻ കോൾ ഇട്ടു, കാസ്റ്റിംഗ് കോൾ ഇട്ടു, ഒന്നും കുറെ പേര് ഓഡിഷൻ ചെയ്തു, തുരുതുര ഓഡിഷൻ ചെയ്തിട്ട് ഒന്നും സെറ്റ് ചെയ്യില്ല. പിന്നെ അവസാനം ഒരു ഇതിൽ നിന്ന് നമുക്കൊരു കണക്ഷൻ കിട്ടിയിട്ട് ഒരു പയ്യനെ കൂടെ വിടാം എന്ന് പറഞ്ഞിട്ട് വന്ന് ഓഡിഷൻ ചെയ്തപ്പോഴാണ് നമുക്ക് ഇപ്പൊ അഭിനയിച്ചേക്കുന്ന അമലിനെ കിട്ടിയത്.